മാർച്ച് 12 പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാം. വിശുദ്ധ യാക്കോബ് 4:4-10. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്കറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ ദൈവത്തിൻ്റെ ശത്രുവാകുന്നു. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലേഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വ്യഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ. സന്നിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. പ്രാർത്ഥന. ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്ന ദൈവമേ, ഞങ്ങളെ തന്നെ വിശദീകരിച്ച് അങ്ങയുടെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ലൗകിക തൃഷ്ണകൾ ഞങ്ങളെ അങ്ങിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അകറ്റുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ദുരാശകൾ വഴി കുടുംബത്തിലുണ്ടായ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും അനുതാപത്തോടെ അങ്ങയുടെ മുമ്പിൽ ഏറ്റുപറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധിയോടെ വ്യാപരിക്കുവാനും വിശ്വസ്തതയിൽ നിലനിൽക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുഹൃത ജപം. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.